ഹലോ നമസ്കാരം. ജാങ്കോ ഉപയോഗിച്ച് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ നമുക്ക് ക്രിസ്പി ഫോം ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ക്രിസ്പി ഫോം എങ്ങനെ നമ്മളെ ബ്ലോഗിൽ ഉപയോഗിക്കുന്നു എന്നതും അതേപോലെ എങ്ങനെ എക്സ്റ്റെൻഡ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മളിവിടെ ഈ ഫോമിൽ കൊടുക്കുന്ന ഡാറ്റാസ് എങ്ങനെ നമുക്ക് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യാമെന്നും അതേപോലെ ഡാറ്റാബേസിൽ ആഡ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു എന്ന ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ഡാറ്റാബേസിലേക്ക് വേണ്ട ഡാറ്റാസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ ആഡ് ചെയ്ത ഡാറ്റാസ് എങ്ങനെ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നീ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്കിവിടെ നിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഇതിലേക്ക് നമുക്കൊരു ഫോം ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഡാറ്റാസുകളൊക്കെ നമുക്കിത് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഫോമിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫോം നമ്മൾ പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോമിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ക്രിസ്പി ഫോം എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫോം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ വന്ന് CSRF ടോക്കൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പെർസെൻറ്റേജ് ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് CSRF _ടോക്കൺ ഇത് ചേർത്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ഇതിലെ ഫോം വർക്ക് ചെയ്യൂ. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് ഫയൽ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എൻസ്ക്രിപ്റ്റ് ടൈപ്പ് ഇവിടെ വന്ന് ഫയൽ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് എൻക്രിപ്റ്റ് ടൈപ്പ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടി പാർട്ട് ഫോം ഡാറ്റ ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് വർക്കാവൂ. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ബട്ടൺ ടൈപ്പ് ഞാൻ ആദ്യം തന്നെ സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എന്നുള്ളത് സേവ് ആക്കുന്നുണ്ട്. ഒരു ബൂസ്ട്രാപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടൻ്റെ കളർ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ക്ലാസ് BTN അതിനുശേഷം സ്പേസ് BTN അതിനുശേഷം നമ്മളിവിടെ വന്ന് സക്സസ് എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ഈ പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് റൺ ചെയ്യിപ്പിച്ചു. ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പോസ്റ്റ് എന്നുള്ള പേജിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നോക്കൂ, നമുക്കിതിൻ്റെ താഴെ സേവ് എന്നുള്ള ബട്ടണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, BTN സക്സസിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്രീൻ കളറിലായിട്ട് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഒരു റീസെറ്റ് ബട്ടണും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സബ്മിറ്റ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് റീസെറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ ബട്ടണ് നമുക്കൊരു റെഡ് കളറിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഡേഞ്ചർ എന്നും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളത്തെ ബട്ടണിൻ്റെ ഉള്ളത്തെ ടെക്സ്റ്റ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് റീസെറ്റ് എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ വന്ന് രണ്ട് ബട്ടണ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്താണോ ടൈറ്റിൽ വേണ്ടത് അത് ചേർത്ത് കൊടുക്കും. അതേപോലെ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചേർത്ത് കൊടുക്കും. അതേപോലെ ഇവിടെ വന്ന് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഫയൽ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡാറ്റാസ് നമുക്ക് ഡാറ്റാബേസിലേക്കായിട്ട് പോയി സേവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വ്യൂവിൽ പോയതിന് ശേഷം ഈ പോസ്റ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം ഈഫ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് റിക്വസ്റ്റ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. അതായത് നമ്മൾ പോസ്റ്റ് എന്നില്ല ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കോളൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് ടൈപ്പ് ചെയ്യാം ഫോം ഈക്വൽ ടു മേക്ക് പോസ്റ്റ്, അതിനുശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് റിക്വസ്റ്റ് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഡോട്ട് പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് എന്നുള്ളത് ഫയൽ കൂടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പിക്ചർ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഫയൽസ് എന്ന് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ കൊടുത്ത ഫോമിൻ്റെ ഉള്ളത്തെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ ഫോം ഈസ് _ ഫോം ഡോട്ട് ഈസ്
ഫോം ഈസ് അണ്ടർസ്കോർ വാലിഡ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഫോം എന്നുള്ളത് വാലിഡ് ആണെങ്കിൽ ഫോം ഈസ് അണ്ടർസ്കോർ വാലിഡ്. നമ്മൾ ഈ ഫോമിൻ്റെ ഉള്ളിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഫോം എന്നുള്ളത് ആ ഫോമിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫോം വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഫോം എന്നുള്ളത് നമുക്കിവിടെ വന്ന് എഗെയിൻ മേക്ക് പോസ്റ്റ്, അതായത് ആ ഫോമിന് ഒന്നുകൂടി കോൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ പേജിനെ നമുക്ക് ഹോം പേജിലേക്കായിട്ട് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ റീഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീഡയറക്റ്റ് എന്നുള്ള ഒരു മെത്തേഡിനെ കൂടി ഇവിടേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമുക്കിവിടെ വന്ന് റിട്ടേൺ എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് റീഡയറക്റ്റ്, എന്നിട്ട് ഏത് പേജിലേക്കാണോ നമുക്ക് റീഡയറക്റ്റ് ചെയ്യേണ്ടത് ആ പേജിൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഹോം എന്നുള്ള പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്കിത് ഓക്കെ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നൊരു ടൈറ്റിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ടൈറ്റിൽ എന്നുള്ളത് ഹലോ എന്ന് കൊടുത്തു. അതേപോലെ ഞാൻ കണ്ടൻറ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ വന്നൊരു ഫയൽ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഡെസ്ക് ടോപ്പിലേക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ആ കൊടുത്ത ഡാറ്റാസ് ഇതിലേക്ക് സേവ് ആയോ എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത ആ പേജ്, ആ ടെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആഡ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓക്കെ ആയിട്ട് ഈ ഡാറ്റാബേസിലേക്കായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണേ ഈ ആഡ് ചെയ്ത ഡാറ്റാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പേജിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇതിൽ ഡിഫാൾട്ടായിട്ട് കുറച്ച് പോസ്റ്റുകളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലുള്ള ഡാറ്റാസുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഡാറ്റാബേസിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രീനിലേക്കായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് മാത്രം നിർത്തി ഇതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളും നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് എന്നുള്ള പേജിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ മാത്രം ഇവിടെ നിർത്തുക. അപ്പോൾ അത് പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുവരെയുള്ള ഭാഗം നമുക്കൊരു ലൈൻസ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ അതിൽ ഒന്ന് മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ആർട്ടിക്കിളും നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടുന്ന് ഓരോന്നായിട്ട് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഓക്കെ, ഇത് കളയുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ഡിവുകളൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ ആ കൊടുത്ത പൊസിഷൻസ് അനുസരിച്ച് തന്നെയാണ് ഡിവ് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാനിവിടെ വന്നൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് ഈ ആർട്ടിക്കിളിൻ്റെ മുമ്പിൽ. ഓക്കെ, അപ്പോൾ ഒന്ന് മാത്രം നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് അഗെയിൻ ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു പോസ്റ്റ് മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റാസുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പേജിൽ ബ്ലോക്കിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വന്ന് വ്യൂ എന്നുള്ള പേജ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഡാറ്റാബേസിന് അതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്നുള്ള പേജിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് എന്നുള്ളൊരു വേരിയബിളിലേക്ക് പോസ്റ്റ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ, അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിനെന്ത് ചെയ്യാം, ഒരു ഡിക്ഷണറി ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് എന്നുള്ള പേജിലേക്കായിട്ട് പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഒരു കോളൻ ഇട്ടതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് എഗെയിൻ പോസ്റ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ ഇവിടെ മുകളിലായിട്ടൊരു കേളി ബ്രേസസ് ഇടുക. അതിനുശേഷം ഒരു പെർസെൻറ്റേജ് ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് ഫോർ എ ഇൻ പോസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഭാഗത്ത് ഇവിടെ കൊടുത്ത എന്ത് പേരാണോ അതാണ് നമ്മളിവിടെ വന്ന് പോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്നൊരു പെർസെൻറ്റേജ് വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ആർട്ടിക്കിൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ വന്ന് എൻഡ് 4 എന്നും ചേർത്ത് കൊടുക്കുക. 4 അവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ എൻഡ് 4 എന്നും ചേർത്തു. ഒന്നുകൂടി നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എത്ര കണ്ടൻ്റ് ആണുള്ളത് അതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് നമുക്കിവിടെ വന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ആ കൊടുത്ത പിക്ചറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇമേജ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ഈ ഭാഗത്തുള്ള ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന്
ഒഴിവാക്കാം. 2 കേളി ബ്രേസസ് ഇടുക. അതിനുശേഷം a.image.url അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, image.url എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ഇമേജസ് ഏതാണോ അത് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് രണ്ടും കറക്റ്റ് അല്ല. അപ്പോൾ നമുക്കിതിന് കൊടുത്ത സൈസ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇട്ടതിന് ശേഷം സ്റ്റൈൽ ഈക്വൽ ടു എന്നിട്ട് ഒരു ഇൻലൈന് CSS ആയിട്ട് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 300 പിക്സൽ ഞാനിതിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, രണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ വിടുത്തും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, ആ ടൈറ്റിലാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഭാഗത്ത് ഈ ഭാഗം ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈറ്റിൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം a.title എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ടൈറ്റിലാണോ കൊടുത്തത് ആ ടൈറ്റിലായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ കൊടുത്ത 2 ടൈറ്റിലും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്ത കണ്ടൻ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ടെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ കണ്ടൻറ്റ് ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ടൊരു കണ്ടൻറ്റ് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടൻറ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കണ്ടൻറ്റ് എന്താണോ ഉള്ളത് അത് നമുക്കിവിടെ കാണിച്ചു തരും. ഒന്നാമത്തിൽ ഡെമോ കണ്ടൻറ്റ്, രണ്ടാമത്തിൽ ഹായ് ഫ്രണ്ട്സ് എന്നുമാണ്. എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതിനുശേഷം ഇവിടെ വന്ന് നമുക്ക് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് ആണ് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ created _ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റ് രണ്ടും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഏത് സമയത്താണോ ഇത് ക്രിയേറ്റ് ചെയ്തത് ആ ഡീറ്റെയിൽസ്, മിസ്റ്റേക്ക് ഉണ്ട്, ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുമ്പോൾ ഏത് സമയത്താണോ നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് ആ ടൈം നമുക്കിവിടെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ആഡ് ചെയ്തതിലേക്ക് നമുക്ക് പുതിയൊരു പേജ് കൂടി ആഡ് ചെയ്യാം. ആ ഡാറ്റാസ് കൂടി ഇതിലേക്ക് ആഡ് ആവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ /post എന്ന് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ പേജിലേക്ക് ഒന്നുകൂടി പോയി. ഇനി ഇവിടെ വന്ന് ഞാനൊരു ഹെഡിങ് ഞാൻ ജസ്റ്റ് 1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഞാൻ കണ്ടൻറ്റ് എന്നുള്ളത് ജസ്റ്റ് അലോ വേൾഡ് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നൊരു ഫയൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഈ ഫയൽ ഇവിടുന്ന് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഇവിടെ വന്ന് സേവ് ചെയ്തു. അപ്പോൾ നോക്കൂ, നമ്മൾ അടുത്ത കൊടുത്ത ഡീറ്റെയിൽസ് കൂടി ഇതിലേക്ക് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്ത ആ ടു ഡു ആപ്ലിക്കേഷൻ്റെ പ്രൊജക്റ്റ് ഒന്നുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ആവും. അപ്പോൾ നമ്മളിവിടെ വന്ന് പോസ്റ്റ് എന്നുള്ള പേജിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആ ഫോമിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഡാറ്റാസുകളൊക്കെ നമുക്കിതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഹോം പേജിൽ, ഈ കൊടുത്ത ഹോം പേജിൽ ഇത്രയും ആ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് എന്നുള്ള പേജിൽ നമ്മൾ ഒരു ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കിയിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോർ ലൂപ്പ് കൊടുത്തു. ആ ഫോർ ലൂപ്പ് ഇവിടെ വന്ന് എൻഡ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോമിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസിലുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്തു, ഇതിലേക്ക് പോസ്റ്റ് എന്നുള്ള മെത്തേഡിനെ മോഡൽസിന് ഇതിലേക്ക് കൊണ്ടുവന്നു. post=post.object.all, അതായത് ഈ ഡാറ്റാബേസിലുള്ള മുഴുവൻ ഡാറ്റാസും എന്ത് ചെയ്തു, പോസ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ വേരിയബിൾ ഒരു ഡിക്ഷണറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സ് എന്നുള്ള ഫയലിലേക്ക് പാസ് ചെയ്തു. ആ ഇൻഡെക്സ് എന്നുള്ള ആ പേജിൻ്റെ ഉള്ളിലാണ് നമ്മളിവിടെ കൊടുത്ത ഓരോ കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് വരും. അതേപോലെ ഈ ഭാഗത്ത് നമുക്ക് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ ഭാഗത്ത് നമുക്ക് ടൈറ്റിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് ക്രിയേറ്റഡ് അറ്റ് എന്ന ഭാഗവും ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ ഇതിൻ്റെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.